എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോർജ് തോമസ്. ഞാൻ കൊട്ടാരക്കര താലൂക്കിൽ ചെങ്ങമനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഏകദേശം 35 വർഷം പ്രവാസിയായിട്ട് ജീവിച്ച് ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഞാൻ 1985 എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അതിന് മുമ്പേ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവാണ് എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ ഉണ്ടായി. കാരണം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമൊക്കെ വളരെ പ്രയാസപ്പെട്ട, അല്ലെ സാമ്പത്തികമൊക്കെ വളരെ ഞെരുക്കത്തിലായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അനേക വർഷമൊക്കെ പിന്നെയും കാത്തിരുന്ന് ടെസ്റ്റ് എഴുതി കിട്ടുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയി ജോലി നോക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ അന്ന് ബോംബെയിലുണ്ട്. എൻ്റെ പല ബന്ധുക്കളും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ പോയി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ MCOMൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ ബോംബെക്ക് ഒരു ജോലി അന്വേഷിച്ച് പോയി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബോംബെക്ക് പോവുകയാണ്. ഞാൻ ഓർക്കുന്ന ഒരു ദിവസമെന്ന് പറയുന്നത് 1985 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞാൻ ബോംബെക്ക് വണ്ടി കയറി അവിടെ ചെന്ന് എത്തുകയാണ്. അവിടെ ചെന്ന് എത്തുമ്പോൾ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഇതുവേണം ഒരാളുടെ കൂടെ പറഞ്ഞ് ഉടനെ എനിക്ക് അവിടെ ഒരു സ്കൂളിൽ ഒരു ക്ലർക്കായിട്ട് ജോലി നോക്കുന്നതിന് അവസരം കിട്ടി. അതായത് ഞാൻ അവിടെ ചെന്നു ഏകദേശം 1-2 ദിവസം കഴിഞ്ഞ് എനിക്കവിടെ ജോലിയായി. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു കമ്പനിയിലേക്ക് എനിക്ക് ജോലി കിട്ടി, അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടുകയും വലിയൊരു കമ്പനിയിൽ ഒരു 10 അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 10 പേരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യുവാനൊക്കെയുള്ള അവസരം ലഭിച്ചത് ഞാനിപ്പോൾ ഒന്ന് ഓർക്കുകയാണ്. കമ്പ്യൂട്ടറൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ കമ്പനിയിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതുമൊക്കെ ആയിട്ട് വളരെ ഒരു ഫെമിലിയാരിറ്റിയൊക്കെ ആ കാലയളവിൽ എനിക്ക് ലഭിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഞാൻ ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു 1980 90 കാലഘട്ടങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും അപേക്ഷ അയക്കുകയും അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലഭിക്കുകയും ദുബായിലേക്ക് പോകുവാനായിട്ട് അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് എനിക്ക് ഒരു ഇൻ്റർവ്യൂ നടന്നു. 2 ടേൺ ഇൻ്റർവ്യൂ നടന്നു. അതിൽ ഞാൻ പാസ്സാവുകയും അതിന് സെലക്ഷൻ ആവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അവർ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് ദുബായിൽ പെട്ടെന്ന് ബഹ്റിനിലേക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജോലിക്ക് എന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ ബഹ്റിനിൽ പോകുവാനായിട്ട് ഇടയാകുകയും ചെയ്തു. ഒന്നാമത് എനിക്ക് അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്, അന്ന് നമുക്കൊന്നും നമ്മുടെ കയ്യിൽ അധികം പൈസയോ സാമ്പത്തികമോ ഒന്നുമില്ല. നമ്മൾ അന്ന് അവിടെ ജോലി ചെയ്ത് കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അന്ന് ഒരുപാട് പൈസ കൊടുത്ത് 20,000-30,000 ആ കാലഘട്ടത്തിൽ കൊടുത്ത് ഗൾഫിലേക്ക് പോകുവാനായിട്ട് ബോംബെയിൽ ആളുകൾ തമ്പടിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. എന്നാൽ എനിക്ക് ₹1 പോലും ചിലവില്ലാതെ എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ പോകേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെയും ആ കമ്പനി എനിക്ക് അയച്ചു തന്ന് എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ അന്ന് ദൈവം നടത്തിയ വഴികളല്ലേ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. അങ്ങനെ ഞാൻ ബഹ്റിനിൽ ചെന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. നമ്മൾ ബോംബെയിൽ നിന്ന് ഒരു അന്യദേശത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ദൂരയാത്ര ചെയ്യുന്നത്. പ്ലെയിനിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ ബഹ്റിനിലേക്ക് പോകുന്നത് സത്യത്തിൽ എൻ്റെ വീട്ടിൽ പോലും അറിയത്തില്ല. കാരണം അന്ന് ഫോൺ വിളികളൊക്കെ വളരെ കുറവാണ്, അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. കത്തുകളിൽ കൂടെയാണ്
കാര്യങ്ങളൊക്കെ അറിയുന്നത്. അന്ന് ഞാൻ പോയി ബഹ്റിനിലൊക്കെ എത്തിച്ചേർന്നിട്ട് ആണ് വീട്ടു വരെ അറിയുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് ദിവസമാണ് ബോംബെയിൽ ബഹ്റിനിൽ നിന്നുള്ള എൻ്റെ വിവരങ്ങളൊക്കെ എൻ്റെ ഭവനത്തിൽ അറിയുന്നത്. എന്നാൽ ഈ പോയ വഴികളിലൊക്കെയും ദൈവം എന്നെ അത്ഭുതകരമായി നടത്തിയെന്ന് പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് ആ ദേശത്ത് ചെന്ന് നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുവാനും മുന്നോട്ടും ആ ഒരു അനുഭവത്തിൽ, ദൈവാനുഭവത്തിൽ ജീവിക്കുവാനൊക്കെ സാധിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ നാട് വിട്ട് പോകുമ്പോൾ തന്നെ എവിടെയായാലും ഒരു പ്രാർത്ഥന സംബന്ധിച്ച് അല്ലെങ്കിൽ പള്ളി സംബന്ധിച്ച് അടുത്ത് ജീവിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതാനുഭവം. അത് ബോംബെയിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ പള്ളിയുമായിട്ട് വളരെ അടുത്ത് എല്ലാ ആരാധനകളിലും പോയി പങ്കെടുക്കുവാനും പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഞാൻ വളരെ താല്പര്യം കാണിച്ചു. ബഹ്റിനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഭാഗ്യവശാൽ ഞാൻ താമസിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തായിരുന്നു അന്ന് അവിടുത്തെ മാർത്തോമ പള്ളിയും ആരാധനയും ഒക്കെ നടന്നിരുന്നത്. അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടെ ഒരു നാഷണൽ ഇവാഞ്ചലിക് ചർച്ച് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ മാർത്തോമ സഭയുടെ ആരാധന. അതിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്തായിരുന്നു ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ആരാധനയിലും പള്ളിക്കാര്യങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലുമൊക്കെ വളരെ സജീവമായിട്ട് അവിടെ ആയിരിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഒരു പടി കൂടി അടുത്ത് ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ട് ആത്മീയമായിട്ട് വർധന പ്രാപിച്ച് അവിടെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയുവാനായിട്ട്. അങ്ങനെ നീണ്ട 12 വർഷത്തോളം ബഹ്റിനിൽ ഞങ്ങൾ അവിടെ ജീവിച്ചു. ആ സമയത്ത് എൻ്റെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പാർത്തു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. 2 കുഞ്ഞുങ്ങളും ബഹ്റിനിലാണ് ജനിച്ചത്. അവരൊക്കെയും അവിടെ വളരെ അനുഗ്രഹത്തോടെ ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് പറയുവാനായിട്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ് 1993 ജനുവരിയിലാണ് എൻ്റെ ഫാദർ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു വ്യാഴാഴ്ച ദിവസം ഏകദേശം ഒരു 4 മണിക്കാണ് എനിക്ക് ആ വിവരം ഫോണിൽ അറിയുന്നത്. ഇതുകൊണ്ട് പെട്ടെന്ന് അപ്പച്ചൻ മരണപ്പെട്ടു പോയി എന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വളരെ ഭാരപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓഫീസൊക്കെ തുറന്നു. ആ സമയത്താണ് എനിക്ക് ഫോൺ കോൾ വരുന്നത്. ഉടനെ എൻ്റെ കമ്പനിയിലെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജർ പറഞ്ഞു, ജോർജ് നാട്ടിൽ പോയിക്കൊള്ളൂ, ഞാനെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ടിക്കറ്റും മറ്റു കാര്യങ്ങളുമൊക്കെയും അവർ ശരിയാക്കി. ഏകദേശം 3:30-4 മണിക്ക് വിവരം അറിഞ്ഞു. ഞാൻ ഏകദേശം 6 മണിയുടെ ഫ്ലൈറ്റ് അവിടുന്ന് കയറുവാനായിട്ട് സാധിച്ചു. ആ നിമിഷം തന്നെ അവിടുന്ന് എനിക്ക് ഫ്ലൈറ്റ് കയറുവാനായിട്ട് സാധിച്ചു. ഏത് വർഷമെന്ന് പറയും ഇന്നത് ഒരു വലിയ കാര്യമല്ല. എന്നാൽ ഏകദേശം 30-35 വർഷത്തിന് മുന്നുള്ള ആ കാലഘട്ടത്തിൽ ക്രമമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും ഫ്ലൈറ്റുകളില്ല. എന്നാൽ ആ ദിവസം എനിക്ക് ആ സമയാസമയങ്ങളിൽ അവിടുന്ന് ഞാൻ അബുദാബി വന്നു. അവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ലഭിച്ചു. വെളുപ്പിനെ അന്ന് തന്നെ നെക്സ്റ്റ് ഡേയിൽ വെളുപ്പിനെ, അതായത് വൈകിട്ട് 6 മണിക്ക് കയറി പിറ്റേന്ന് വെളുപ്പിനെ ഞാൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വരികയും ഏകദേശം 8 മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തുകയും ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ഇന്നും വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. കാരണം കണക്റ്റിംഗ് ഫ്ലൈറ്റൊക്കെ കിട്ടുവാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി അത് ഒരുക്കി ഒരു തടസ്സവും എങ്ങുമില്ലാതെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. അത് തന്നെയല്ല, അതിൻ്റെ വേറൊരു കാര്യമെന്ന് പറയുന്നത് തിരിച്ചു പോകുവാനായിട്ട് ഒരു റിട്ടേൺ വിസ ഇല്ലാത്ത ആണ് ഞാനന്ന് വന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇവിടെ വീട്ടിൽ വരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ ഫാമിലിയൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടുന്ന് പുറപ്പെടുകയാണ്. എൻ്റെ കമ്പനിയുടെ മാനേജർ എൻ്റെ ഓണർ എനിക്കൊരു കത്തെഴുതി തന്നു. ഇതുവേണം ഇന്ന ആൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു പേപ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിശയമെന്ന് പറയട്ടെ, ഞാൻ റിട്ടേൺ ടിക്കറ്റായിട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിലെങ്ങും ബഹ്റിനിൽ എത്തുന്നിടം വരെയും ഒരാളും എന്നെ വിസ എന്തി അങ്ങനൊരു കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്തില്ല എന്ന് ഞാൻ ഓർക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ ഇന്നും കരുതുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് വന്ന് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കുകയില്ല. ബഹ്റിനിൽ ചെന്നപ്പോൾ മാത്രമാണ് അവിടെ എൻ്റെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെച്ച് എൻ്റെ കമ്പനിയിൽ ആൾ വന്ന് പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്തിട്ട് എന്നെ പുറത്ത് വിട്ടു. അവർ എമിഗ്രേഷന് പോയി പാസ്പോർട്ടും കളക്ട് ചെയ്തുകൊണ്ട് വന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ വളരെ അതിശയമായിട്ട് നടന്നൊരു സംഭവമാണത്. ഒരു വിസ ഇല്ലാതെ ഞാൻ വന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ച രാജ്യത്ത് എത്തി എന്ന് പറയുമ്പോൾ
അത് ദൈവത്തിൻ്റെ ഒരു നടത്തിലല്ലാതെ ഒന്നും അല്ല എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഓരോരോ ജീവിത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ടുണ്ട്. ദൈവം എത്രയോ അതിശയകരമായിട്ട് എന്നെ നടത്തി. ഞാനവിടെ ഒരു കമ്പനിയിൽ 12 വർഷം ജോലി ചെയ്തു. അവിടെ കമ്പനിയിലെ മാനേജ്മെൻറ്റിനൊക്കെ എന്നെ വളരെ താല്പര്യമായിരുന്നു. ഞാൻ വളരെ നല്ല രീതിയിൽ വിശ്വസ്തയോടെ ആ കമ്പനിയിൽ ജോലി ചെയ്തു. അവർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. എന്നാലും ഞാൻ പുതിയൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു സാധ്യത കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അപേക്ഷകളൊക്കെ ഇങ്ങനെ അയക്കുകയും എനിക്ക് സൗദിയിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എന്നെ വിടുമോ ഇല്ലയോ എന്നുള്ളൊരു ഭാരം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവേണം അവിടെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് വേറൊരു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു പിന്നെ അവിടെ തുടരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അതെങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് എൻ്റെ മനസ്സിൽ അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു വലിയ സംഘർഷമുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ എൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കുകളെന്ന് പറയുന്നത് ഇന്നും എനിക്ക് വളരെ സന്തോഷം തരുന്നതാണ്. എന്നെ ജോർജ് എന്നാണ് അവിടെയെല്ലാം അറിയപ്പെടുന്നത്. ജോർജ് പറഞ്ഞു, ജോർജിന് ഇതിലും മികച്ചതായിട്ടുള്ള മാനേജ്മെൻറ്റ് പറഞ്ഞു, ജോർജിന് ഇതിലും മികച്ചതായിട്ട് സൗദിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ആ ഓണേഴ്സിനും സൗദിയൊക്കെ നല്ലവണ്ണം അറിയാം. ബഹ്റിനും സൗദിയായിട്ട് ജസ്റ്റ് ഒരു കടലിൻ്റെ ഏതാണ്ട് 12 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പുറത്ത് കടന്നാൽ സൗദി രാജ്യമാണ്. അന്നേരം കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, വി ആർ വെരി ഹാപ്പി ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ന്യൂ ചാൻസ് ഇൻ സൗദി അറേബ്യ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സൗദിയിൽ ഇവിടെ ബഹ്റിനിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വരണ, ദിസ് ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ യു എന്ന് പറഞ്ഞ് എന്നെ വളരെ സന്തോഷത്തോടെ എനിക്ക് യാത്രയയപ്പ് നൽകിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവം വളരെ ചുരുക്കമായിട്ടേ നമുക്ക് ലഭിക്കാറുള്ളൂ. ഞാൻ സൗദിയിൽ പോയിട്ടും ഒരുപാട് പ്രാവശ്യം ബഹ്റിന് വന്നപ്പോൾ ഈ കമ്പനിയിൽ പോവുകയും ഈ കമ്പനിയുടെ മാനേജറെ അല്ലെ അതിൻ്റെ ഓണറിനെ കാണുകയും ഒരുപാട് സന്തോഷത്തോടെ ആ സ്നേഹബന്ധം നിലനിൽക്കുവാൻ ഇന്നും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സൗദിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മനോവിശ്രമം എന്ന് പറയുന്നത് അവിടെ പള്ളിയോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് ക്രിസ്തീയ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പള്ളിയിൽ പോകാനോ ആത്മീയ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ ഒക്കെ വളരെ പ്രയാസമുണ്ട്. ബൈബിൾ പോലും നമ്മൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ് സൗദി എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ബഹ്റിനിലുള്ള ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഞങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ നല്ല ആസ്വാദികരമായ കാലങ്ങളാണ് ഞാൻ ബഹ്റിനിൽ ചിലവഴിച്ചത്, കുടുംബമായിട്ട് ചിലവഴിച്ചതെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം വളരെ ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ എനിക്ക് ആ നാട്ടിൽ ഉണ്ടായി. വളരെ നല്ല ആൾക്കാരുമായിട്ട് സ്നേഹബന്ധം പുലർത്തുവാനും അതൊക്കെ അനുഭവിക്കാനുമൊക്കെ അവിടെ വലിയ ഒരു അവസരം ലഭിച്ചു. നമ്മുടെ ചിന്താഗതികളൊക്കെ ഒത്തിരി മാറുവാനും നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് എൻ്റെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു അനുഭവമാണ്. നമ്മുടെ ചുരുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് ലോകം എങ്ങനെയാണ്, മറ്റുള്ളവരെങ്ങനെയാണ്, ഓരോ രാജ്യത്തിൻ്റെയും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കാണുകയും അവരുമായിട്ടൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതി ഒരുപാട് വികസിക്കുകയും നമ്മൾ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുവാനുള്ള വലിയ അവസരം ആ നാളുകളിൽ എനിക്ക് ലഭിച്ചു. കാരണം നമ്മളെല്ലാം ഒരു ചുരുങ്ങിയ ജീവിത ശൈലിയിൽ ജീവിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ഈ ലോകത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇവിടം വിട്ട് നമ്മൾ വെളി രാജ്യങ്ങളിലൊക്കെ പോയി പല മൾട്ടിനാഷണൽ ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ലോകം എത്രയോ വിസ്തൃതമാണ്, എത്രയോ വ്യത്യസ്തങ്ങളാണ്, എത്രയോ നല്ല അനുഭവങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയും നമ്മൾക്ക് അവിടെ ആ ഒരു ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ബഹ്റിനിലെ 10-12 വർഷത്തെ പ്രവാസ ജോലിയൊക്കെ അവസാനിപ്പിച്ച് സൗദിയിലേക്ക് ഞങ്ങൾ ഒരു ജോലി ലഭിച്ച് പോകുവാനായിട്ട് സാധിച്ചു. അങ്ങനെ സൗദിയിൽ പോകുന്ന അവസരത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അവിടെ ചെന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെ ആവും. കാരണം നമ്മൾ അന്ന് വരെ കേട്ടുകൊണ്ടിരിക്കുന്നത് സൗദി വളരെ കർശനമായിട്ടുള്ള രാജ്യമാണ്,
നമ്മുടെ മതങ്ങളെയൊന്നും അവർ അംഗീകരിക്കത്തില്ല. വേദപുസ്തകമൊക്കെ അവർ കണ്ടാൽ വലിച്ച് എറിയും. നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല, പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആത്മീയമായിട്ട് വളരെ ഒരു ശുഷ്കിച്ച വരണ്ട അനുഭവമായിരിക്കും എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അത് ഒരു പരിധിവരെ ആ കാലഘട്ടത്തിൽ ശരിയുമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്നാൽ ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിലൊക്കെ എത്രയോ വ്യത്യസ്തമായ അനുഭവമാണ് എനിക്ക് പറയുവാനുള്ളത്. സൗദി അറേബ്യയിൽ ഞാൻ ചെന്ന് അവിടെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ചെന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞാണ് എൻ്റെ കുടുംബത്തിന് എന്നോടൊപ്പം ചേരുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ അവിടെ ഞാൻ ചെന്ന നാൾ മുതൽ അവിടെ ഞാൻ പല കൂട്ടായ്മകൾ സംബന്ധിപ്പാനും പല സ്നേഹബന്ധങ്ങൾ അങ്ങനെ പുലർത്തുവാനും എനിക്ക് കഴിഞ്ഞു എന്നത് ഞാൻ ഇപ്പോൾ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ചെല്ലുമ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അവരാദ്യം അന്വേഷിക്കുന്നത് പ്രാർത്ഥന എവിടെയുണ്ട് എന്നുള്ള. കാരണം അവിടെ നമ്മൾക്കൊരു പള്ളിയിൽ പോകുവാനോ ഒരു വേദപുസ്തകം കൊണ്ട് വെളിയിലിറങ്ങി നടക്കുവാനോ ഒന്ന് ഉറക്കെ പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ആ നാളുകളിൽ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും പോയി 4 പേര് കൂടി ഒന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഒരു പാട്ട് പാടണമെന്നുള്ള ഒരു വലിയ വാഞ്ച ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യവും അത്യാവശ്യവും ആശ്വാസവും തരുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സൗദി അറേബ്യയിൽ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ഉണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി. നമ്മൾ ഇത് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കണക്ഷൻ അങ്ങോട്ട് ലഭിക്കുമ്പോൾ നമ്മൾക്കറിയാം 10 15 ആൾക്കാരുമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഓരോരോ ഇടങ്ങളിൽ അവിടെയുണ്ട്. അവിടെ ഓരോ വീടുകളിലും ആളുകൾ ചെന്ന് വാതിലടച്ച് ശബ്ദം പുറത്തു പോകാതെ സൗണ്ട് പ്രൂഫൊക്കെ ചെയ്ത് അതിന് ഉള്ളിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ആദ്യകാല പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ തീവ്രമായിട്ടുള്ള ഒരു ആത്മീയ വിശ്വാസം സൗദി അറേബ്യയിൽ നമ്മൾക്ക് കാണുവാനായിട്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് സഭാ വ്യത്യാസമില്ലാതെ അവിടെ കൂടുതൽ ആൾക്കാരും എക്യൂമെനിക്കലായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത്. അവിടെ സഭ ആരും ചോദിക്കാറില്ല. മാർത്തോമയെന്നോ കാത്തോലിക്ക എന്നോ ഓർത്തഡോക്സ് എന്നോ CSI എന്നോ അല്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുമെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വന്ന് അവിടെ ആ കൂട്ടായ്മയിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രത്യേകിച്ച് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ ഒരുപാട് കൂട്ടായ്മകൾ മറ്റിട ദിവസങ്ങളിലും സന്ധ്യകളിലും ഒരുപാട് കൂട്ടായ്മ യോഗങ്ങൾ സൗദിയിൽ ഞങ്ങൾ താമസിച്ച ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഏകദേശം 2 ഗ്രൂപ്പുകളിൽ ഞങ്ങൾ സജീവമായിട്ട് ഇവിടെ തിരിച്ചു വരുന്ന കാലം വരെ സജീവമായിട്ട് പങ്കെടുത്തു. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് കാലങ്ങൾ അങ്ങനെ പോയപ്പോൾ കുറേ വർഷമായപ്പോൾ ഓരോ സഭയിലും ആളുകൾ ഒന്നിച്ചുകൂടി അവരുടെ കോൺഗ്രിഗേഷനുകൾ രൂപീകരിച്ച് അങ്ങനെ ഇപ്പോൾ മാർത്തോമാക്കാർ തന്നെ മാർത്തോമ കോൺഗ്രിഗേഷൻ രൂപീകരിച്ച് നമ്മൾ തന്നെ ഒന്നിച്ച് വന്ന് ആരാധനയൊക്കെ നടത്തുന്ന വിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെയും പിൻകാലങ്ങളിൽ വന്നു ചേർന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ അതൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയുള്ള എക്യൂമനിക്കൽ കൂട്ടായ്മകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ഇവിടെ നിൽക്കുമ്പോഴുള്ള ചിന്താഗതിക്ക് വളരെ വ്യത്യസ്തമായിരുന്നു. മറ്റേത് പ്രദേശത്തുള്ളതിനേക്കാളും ആത്മീയമായിട്ട് വളരെ തീഷ്ണതയുള്ള ഒരു വിശ്വാസ സമൂഹം ആണ് സൗദിയിലുള്ളത് എന്ന് പറയുന്നത് ആണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതാനുഭവത്തിൽ അതാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നും അത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് ഗൾഫ് നാടുകളെയൊക്കെ അപേക്ഷിച്ച് വളരെ തീഷ്ണമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് സൗദി അറേബ്യയിൽ തന്നെയാണ്. അതിന് ഒരു മുഖ്യ കാരണമെന്ന് പറയുന്നത് അവിടുത്തെ ചില നിയമ റെസ്ട്രിക്ഷൻസ് തന്നെ ആയിരിക്കും. അത് ഒരുപാട് ഫ്രീ അല്ലാത്തതുകൊണ്ട് നമ്മൾക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ അത് ഏത് തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് അതിൽ പങ്കുചേരുവാൻ നമ്മൾക്കുണ്ടാകുന്ന ഒരു വാഞ്ച മൂലമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഓർക്കുമ്പോൾ ഏകദേശം 3.5 പതിറ്റാണ്ട് കാലം ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ പ്രവാസ ജീവിതത്തിലായിരുന്നു. ഇത് എൻ്റെ ജീവിതത്തിലെ സുവർണ്ണ കാലമെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഞാൻ അതിനു മുമ്പ് അനുഭവിച്ചതിൻ്റെ എത്രയോ ഇരട്ടി അനുഗ്രഹം ഈ നാളുകളിൽ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പല രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് പോകുവാനും കാണുവാനും പല രാജ്യക്കാരുമായിട്ട് ഇടപെടാനും ഔദ്യോഗികപരമായിട്ട് എനിക്ക് വളരെ നല്ല നിലയിൽ ജീവിപ്പാനും ഒക്കെയും സാധിച്ചു എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് എൻ്റെ ഒരു കഴിവോ മിടുക്കോ കൊണ്ടല്ല,
പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ രീതിയിൽ വിളങ്ങുവാനായിട്ട് അവിടെ സാധിച്ചത് എന്ന് എനിക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങൾ വളരെ സത്യസന്ധതയോടെ നിർവഹിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് എൻ്റെ മാനേജറിന് ബോധ്യപ്പെടുകയും അവർ എന്നെ വളരെ നല്ല രീതിയിൽ എൻ്റെ കൂടെ അവർ പെരുമാറുകയും ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളും സമയാസമയങ്ങളിൽ എനിക്ക് തരികയും ഒരു നല്ല എംപ്ലോയി റിലേഷൻ ഉപരിയായിട്ട് ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിൽ നിലനിർത്തുവാനും സാധിച്ചു എന്ന് പറയുന്നതായിരിക്കും വളരെ സത്യം. തന്നെയുമല്ല, ഞാൻ ഈ പ്രവാസത്തിലേക്ക് പോയതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തെ തന്നെ പലർക്കും അതൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുടുംബത്തിലല്ല, അതിനപ്പുറമായിട്ട് പല ആൾക്കാരെയും എനിക്ക് അവരുടെ ജീവിതത്തിൽ സഹായിക്കുവാൻ, ജോലി സംബന്ധമായിട്ട് സഹായിക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്ത ഒരു കമ്പനിയിൽ ഏകദേശം 3000 എംപ്ലോയീസ് ഉള്ളതിൽ ഞാനൊരു ഉയർന്ന പൊസിഷനിലായിരുന്നതുകൊണ്ട്, ഒരു മലയാളി അവിടെ വന്നതുകൊണ്ട്, ഒരു ഇന്ത്യക്കാരനായ ഒരു പൊസിഷനിൽ വന്നതുകൊണ്ട് സാധാരണ ജോലിക്കാർക്ക് അത് വളരെ അനുഗ്രഹമായി, സന്തോഷമായി എന്ന് പലരും എൻ്റെ കൂടെ വന്ന് പറയും. സാർ അവിടെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്കിത് നന്നായി, ഇത് ലഭിച്ചു. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരുപക്ഷെ സാധാരണ ഒരു ലേബർ ക്ലാസ് ആൾക്കാർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ അതൊക്കെ വളരെ നീതിപൂർവമായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അത് മാനേജ്മെൻറ്റിനെ ധരിപ്പിച്ചു. അത് അവർക്ക് സമയാസമയങ്ങളിൽ അവർക്ക് വെക്കേഷന് പോകുവാനും അവർക്ക് ലഭിക്കുവാനുള്ളത് ലഭിക്കുവാനുമൊക്കെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചത് അവർക്ക് മേടിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു. അത് ആ ഒരു സ്നേഹബന്ധം ഇന്നും ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള, പ്രത്യേകിച്ച് വടക്കൻ നാടുകളിലുള്ള എൻ്റെ കമ്പനിയിൽ, ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ ജോലി ചെയ്ത പലരും ഇന്നും അത് അവർ അയവിറക്കുകയും ഫോണിലും മറ്റു വാട്സാപ്പ് ഗ്രൂപ്പിലുമൊക്കെ ഇന്നും അവർ അത് ഓർക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് എൻ്റെ ഒരു വലിയ മേന്മയല്ല എങ്കിലും എനിക്ക് അത്രയും ചെയ്യുവാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നേക്കായും വിദ്യാഭ്യാസവും കഴിവും ഹാൻസമായിട്ടുള്ള എത്രയോ വ്യക്തി ജീവിതങ്ങളുണ്ടായിരുന്നിട്ടും ദൈവം എന്നെ അവിടെ എടുത്ത് ഉപയോഗിച്ചു. ദൈവം എനിക്ക് അനർഹമായത് ദൈവം അർഹമാക്കി തീർത്തു എന്ന് പറയുവാനും അതെനിക്ക് അനുഭവിക്കുവാനും സാധിച്ചു. ഞാൻ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ കാണുവാനും അനുഭവിപ്പാനും അത് ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ദീർഘമായ 30-35 വർഷം പ്രവാസ ജീവിതം ഞങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് 2019 അവസാനം ഞങ്ങൾ നാട്ടിൽ, കോവിഡിന് തൊട്ട് മുമ്പായി ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നു. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനല്ലാതെ മറ്റൊന്നുമില്ല. ഒന്നുമില്ലായ്കയിൽ നിന്ന് ഇത്രത്തോളം ദൈവം നടത്തി. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ടും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.